ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പോട്ടിന്റെ പുതിയൊരു ബേസിക് സയൻസ് അധ്യായത്തിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ എന്നുള്ള ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആസിഡുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആസിഡുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു, ഏത് ഫുഡ് ഐറ്റംസിലാണ്, ഏത് ഭക്ഷ്യപദാർത്ഥത്തിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാനുള്ള സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് അറിയാം. അവയുടെ നിറം മാറ്റം, കളർ ചേഞ്ചുകളും നമുക്കറിയാം. അങ്ങനെ 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 നീണ്ടുപോവുകയാണ് നമ്മളെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വീഡിയോസിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ ആസിഡുകളും നമുക്ക് ദോഷകരമാണോ, ഇനി ദോഷകരമാണെങ്കിൽ അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു പൊതുബോധത്തിലേക്കും ഒരു ജനറൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരുപാട് ആസിഡുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മാലിക് ആസിഡ്. ഓറഞ്ച് കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സിട്രിക് ആസിഡ്. അതേപോലെ തന്നെ തക്കാളിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓക്സാലിക് ആസിഡ്. അങ്ങനെ അങ്ങനെ നീളുകയാണ്. അപ്പോൾ ഇത് മാത്രമാണോ നമ്മുടെ ഭൂമിയിലുള്ള ആസിഡുകൾ എന്ന് പറയുന്നത്? അല്ല, ഇതൊക്കെ വീര്യം കുറഞ്ഞ ആസിഡുകളാണ്. വീര്യം കൂടിയ ആസിഡുകൾ എന്ന വിഭാഗക്കാർ വേറെയുണ്ട്. അപ്പൊ അതാരൊക്കെയാണ്? ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഐഡിയക്ക് വേണ്ടിയിട്ടും ഒരു ജനറൽ ആയിട്ടുള്ള നോളേജിന് വേണ്ടിയിട്ടും പറയുന്നതാണ്. അപ്പോൾ ഇതിൽ വീര്യം കൂടിയ ആസിഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ സൾഫ്യൂരിക് ആസിഡ് വരുന്നുണ്ട്, നൈട്രിക് ആസിഡ് വരുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പോവാണ്. ഭാഗ്യത്തിന് ഒരു ആശ്വാസമുള്ളത്, ഇതൊന്നും ഫുഡ് ഐറ്റംസിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. കാരണം അതാണെങ്കിൽ നമ്മൾ അറിയാതെ ഇതൊക്കെ കഴിച്ചു പോകാൻ. ഇതൊന്നും ഫുഡ് ഐറ്റംസിലില്ല. ഫുഡ് ഐറ്റംസിലുള്ളത് അധികവും എന്താണ്, വീര്യം കുറഞ്ഞ ആസിഡുകളാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു ആസിഡ് നമ്മളെ ആമാശയത്തിൽ കിടപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നമ്മുടെ എന്താണ്, ദഹനത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതൊരു എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഭാവിയിൽ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അതേപോലെ തന്നെ നമ്മുടെ USS പോലുള്ള എക്സാമിനൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പറയുന്നുണ്ട്, നമ്മുടെ സൂപ്പർ ബാച്ചിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും നമ്മളെ ക്ലാസ് 7 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളായിരിക്കും. എനിക്ക് സംസാരിക്കാനുള്ളത് ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ്. മക്കളെ, നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണമാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന നല്ല അടിപൊളി ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് മുമ്പിൽ വരാനുള്ളത്. നല്ല റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുൻകാലത്ത് 7ാം ക്ലാസ്സിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെ ഒരു സഞ്ചാരം തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെന്റർമാർ, പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മെന്റർമാർ. എന്തിനാണ് മെന്റർമാർ? നിങ്ങളെ ഒരു അനിയത്തിയെ പോലെ, ഒരു അനിയനെ പോലെ നോക്കാൻ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കി വളരെ കൃത്യമായിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ മെന്റർമാർ നിങ്ങളെ സഹായിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ചെറിയൊരു ഫീസിനാണ്. എത്രയാണ്? 2599 2599 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് ഇപ്പൊ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇത് ചിലപ്പോൾ ഈ 2ന്റെ സ്ഥാനത്ത് ചിലപ്പോൾ 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പൊ നമ്മളിങ്ങനെ ഖേദിക്കും, അയ്യോ സാറേ ഇതൊന്ന് ഇങ്ങനെ ആക്കാൻ പറ്റുമോ, അങ്ങനെ ആക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് മക്കളോട് പറയുന്നത്, വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.